ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതി മുന്നേ ഗർഭിണിയായിട്ടാണ് ശ്രുതിയുടെ ജീവിതത്തിലോട്ട് വന്നിരിക്കുന്നത് എന്ന സത്യം, അതായത് ഒരു കുഞ്ഞിന് ജന്മം നൽകിയവളാണ് ശ്രുതി എന്നുള്ള സത്യം രേവതി അറിയുന്നു കേട്ടോ. രേവതി മാത്രമല്ല, ഇത് സച്ചിയും അറിയുന്നു കേട്ടോ. അങ്ങനെ എല്ലാ സത്യങ്ങളും ശ്രുതി കരഞ്ഞും കൊണ്ട് സച്ചിയോടും രേവതിയോടും പറയുന്ന ആ ഒരു റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ഒരു ദിവസം ശ്രുതിക്ക് രണ്ടാമതും ഗർഭത്തിന്റെ ആ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ. ശ്രുതി ഇങ്ങനെ ഗർഭിണിയായി നിൽക്കുന്ന സമയത്ത് ശ്രുതിക്ക് ക്ഷീണവും കേടും ഒക്കെ ഉണ്ട്. പക്ഷെ ശ്രുതി അറിയുന്നില്ല താൻ ഗർഭിണിയാണെന്നുള്ള സത്യം. അങ്ങനെ ഇരിക്കെ രേവതിയുടെ മുന്നിൽ വെച്ച് ശ്രുതി പെട്ടെന്ന് തലചുറ്റി വീഴാണ്. ആ സമയം ആ വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒന്നും നോക്കില്ല, ശ്രുതിയെയും കൊണ്ട് രേവതി പെട്ടെന്ന് ഒരു ഓട്ടോ വിളിച്ച് ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും താൻ തന്റെ ഭർത്താവായ സച്ചിക്ക് വിളിച്ച് വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. സച്ചേട്ട ഒന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് എത്തുമോ, ഞാൻ പേഴ്സ് ഒന്നും എടുത്തിട്ടില്ല, അതുകൊണ്ട് സച്ചേട്ടൻ വരുമ്പോ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോ നമ്മുടെ ശ്രുതി എനിക്ക് മുന്നിൽ പെട്ടെന്ന് തലകറങ്ങി വീണു, എന്താണെന്നൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയുന്ന കേട്ടോ. എന്നിട്ട് അവൾ എവിടെയെന്ന് ചോദിക്കുമ്പോ കാഷ്വാലിറ്റിയിലോട്ട് കയറ്റിയിട്ടുണ്ട് എന്ന് പറയാം കേട്ടോ. പിന്നീടാണെങ്കിലോ സച്ചി ശരി ഞാൻ വരാം, ഏത് ഹോസ്പിറ്റലാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ ഹോസ്പിറ്റലിലോട്ട് സച്ചി അങ്ങ് പോരാണ്. പിന്നീടാണെങ്കിലോ രേവതി ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. എന്തായിരിക്കും അവൾക്ക് പറ്റിയിട്ടുണ്ടാവുക എന്നുള്ള ആ വേവലാതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് കാണാം ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്തോട്ട് കൊണ്ടുപോവാണെന്നങ്ങനെ രേവതിയോട് നേഴ്സ് വന്ന് പറയുന്ന കേട്ടോ. അത് കേൾക്കുന്ന രേവതിയുടെ ഉള്ളിൽ ചെറിയൊരു ലഡുവൊക്കെ പൊട്ടിത്തുടങ്ങി. കാരണം ഇനിയിപ്പോ അവള് ഗർഭിണി ആയിരിക്കുമോ, അതുകൊണ്ടായിരിക്കുമോ ഈ വിവരം ആദ്യം അറിയിക്കേണ്ടത് ശ്രുതിയല്ലേ. എന്തായാലും സച്ചിയേട്ടൻ ഇങ്ങ് വരട്ടെ, എന്നിട്ടാവാം, എന്തായാലും ഇത് ഉറപ്പുണ്ടെങ്കിൽ ഈ വിവരം ആദ്യം അറിയിക്കേണ്ടത് ശ്രുതിയെ തന്നെ എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ കുറിച്ച് നിൽക്കണം കേട്ടോ. ആ സമയമാണ് സച്ചി കയറി വരുന്നത്. അങ്ങനെ സച്ചി എന്ത് പറ്റി, പൗഡറായിട്ട് എത്തിക്ക്, ഇനി അവരുടെ അഭിനയമാണോ, വീട്ടിൽ വല്ല പണിയെടുക്കേണ്ടി വരും എന്ന് കരുതി അവരെ നിനക്ക് മുന്നിൽ അഭിനയിച്ചതാണോ? ഏയ് സച്ചേട്ടാ, അതൊന്നല്ല, അവൾക്ക് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. എൻ്റെ ഒരു സംശയം ബലമാണെങ്കിൽ കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട് എന്ന് പറയണ്ട. ഇത് കേൾക്കുന്നതിനോടുകൂടി എന്ത് സന്തോഷ വാർത്ത, ഹോസ്പിറ്റലിൽ വരുന്ന ഇത്ര സന്തോഷ വാർത്തയാണ്. അത് കേട്ടോടെ തന്നെ രേവതി പറഞ്ഞു, സച്ചേട്ടന്റെ ഒരു കാര്യം ഒന്ന് അടങ്ങിയിരിക്കെ എന്ന് പറയുമ്പോഴാണ് കേട്ടോ രേവതിയുടെ അടുത്തോട്ട് ഡോക്ടർ കടന്നു വരുന്നത്. ഡോക്ടർ വന്നിട്ട് പറയാണ്, അതെ ഒരു സന്തോഷ വാർത്ത തന്നെ ഉണ്ട് കുട്ടി. എന്ത് കേട്ടോടെ തന്നെ രേവതിക്ക് കാര്യങ്ങൾ പിടികിട്ടി. എന്നാൽ ഈ സമയം സച്ചി ആണെങ്കിൽ എല്ലാവരും ഇപ്പൊ സന്തോഷ വാർത്ത എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ വരുന്നത് ഇപ്പൊ സന്തോഷമായി തീർന്നോ എന്നൊക്കെ ഇങ്ങനെ സച്ചി ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഡോക്ടർ പറയണേ, നിങ്ങളുടെ ആരാണ് ആ കുട്ടി? ഇത് കേട്ടോടെ തന്നെ സച്ചി പറയണേ, എന്റെ ഏട്ടന്റെ വൈഫാണ് അവരെന്ന് പറയുന്നിട്ടോ. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഡോക്ടർ ചോദിക്കാണ്, ഏട്ടൻ വന്നിട്ടുണ്ടോ? ഇല്ല, എന്താ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഡോക്ടർ പറയുന്ന, ആ കുട്ടി ഗർഭിണിയാണെന്ന് പറയുന്നിട്ടോ. ഇത് കേൾക്കുന്നതിനോടുകൂടി സച്ചിക്ക് ഒത്തിരി സന്തോഷമാവാണ്. ഞാനൊരു ചെറിയച്ഛനാവാൻ പോകുന്ന ആ സന്തോഷം സച്ചിയിലുണ്ട് കേട്ടോ. അങ്ങനെ സന്തോഷത്തോടു കൂടി സച്ചി ഇങ്ങനെ നിൽക്കുമ്പോൾ ഉടൻ തന്നെ ഡോക്ടർ അടുത്ത കാര്യം പറയണേ, അല്ല ഈ കുട്ടി രണ്ടാമത്തെ പ്രസവമാണല്ലോ, ഇതിന്റെ മൂത്ത കുട്ടിക്ക് എത്ര വയസ്സായി എന്നാണ് കേട്ടോ ചോദിക്കുന്നത്. അത് കേൾക്കുന്നതിനോടുകൂടി രേവതി, എന്താ ഡോക്ടർ ചോദിച്ചത്, മൂത്ത കുട്ടിക്ക് എത്ര വയസ്സായെന്നോ? എന്താ നിങ്ങൾക്ക് എന്തോ ഒരു അത്ഭുതം പോലെ, ഇതെന്താ ഞാൻ പറഞ്ഞത് ഇത്ര വലിയ തെറ്റുണ്ടോ? ആ കുട്ടിയുടെ രണ്ടാമത്തെ പ്രസവമാണ്, ഇതിന്റെ മൂത്ത കുട്ടിക്ക് എത്ര വയസ്സുണ്ടെന്ന് ചോദിക്കാനിട്ടാ. ഇത് കേൾക്കുന്നതിനോട് കൂടി സച്ചി ആണെങ്കിലും നിന്ന് ഉരുണ്ട് കളിക്കാണ്. പിന്നീട് ഡോക്ടർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയോ? അയ്യോ ആ കുട്ടിക്ക് അറിയത്തില്ല, 3-4 വയസ്സെന്ന് തോന്നുന്നു, ചെറിയച്ഛനായിട്ട് അതുപോലെ അറിയത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. പിന്നീട് സച്ചിയും രേവതിയും വീണ്ടും ഡോക്ടറുടെ അരികിലോട്ട് ചെല്ലാണ്. എന്താ ഡോക്ടർ അങ്ങനെ പറയാന്? അല്ല, ആ കുട്ടിയുടെ ഈ പ്രസവം കുറച്ച് പ്രശ്നങ്ങളോട് കൂടിയിട്ടുള്ള ഡെലിവറി തന്നെയാവും, അതുകൊണ്ട് അതിൻ്റെതായ കെയറിങ് കൊടുക്കേണ്ടി വരും. മൂത്ത കുട്ടിക്ക് ഇപ്പൊ എത്ര വയസ്സായെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയണ്ട. അപ്പോഴാണെങ്കിൽ സച്ചിക്കും രേവതിക്കും ഒന്നും പറയാൻ കഴിയുന്നില്ല. അവര് വാ പൊളിച്ച് ആകെ ഷോക്കോട് കൂടി നിൽക്കാനിട്ടോ. ഇങ്ങനെ ഒരു ആളെയാണല്ലോ എൻ്റെ സുധി എന്ന് പറയുന്ന എൻ്റെ ഏട്ടൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. എൻ്റെ അമ്മയാണെങ്കിലോ ഇങ്ങനെ ഒരുത്തിയാണല്ലോ വീട്ടിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ട് വലിയ പണക്കാരാണ് എന്നുള്ള ഭാവത്തിൽ അവളെ കൊണ്ടാടുന്നത് കാണുമ്പോൾ മൊത്തത്തിൽ ദേഷ്യം സച്ചിക്ക് വരികയാണ് കേട്ടോ. തനിക്ക് ബ്യൂട്ടി പാർലർ ഉണ്ടെന്ന് പറഞ്ഞതും, അതുപോലെ തന്നെ മലേഷ്യയിൽ തന്റെ അച്ഛനെന്നും അതുപോലെ ചെറിയച്ഛനെ കൊണ്ടുവന്നതും ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മകളിലൂടെ സച്ചിയുടെയും രേവതിയുടെയും കടന്നു പോവാണ് കേട്ടോ. എന്നാൽ ഇതൊന്നും അറിയാതെ ശ്രുതിയാണെങ്കിലോ ബോധമില്ലാതെ ഇങ്ങനെ കിടക്കാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ ചെറുതായി തന്റെ ബോധം ഉണർന്നു തുടങ്ങാണ്. അപ്പോൾ ഉടൻ തന്നെ ഞാനിത് എവിടെ
എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ പേടിക്കേണ്ട കുട്ടി, താൻ ഇന്ന് ഹോസ്പിറ്റലാണ് എന്ന് പറഞ്ഞിട്ട് അയ്യോ എനിക്കെന്ത് പറ്റി, തനിക്കൊരു സന്തോഷിക്കാനുള്ള ഒരു വാർത്തയുണ്ട്, താനൊരു ഗർഭിണിയാണ് എന്ന് പറയുമ്പോൾ ശ്രുതിയുടെ ഉള്ളിൽ ചെറിയൊരു ടെൻഷനായിട്ട് വരുന്ന, മുഖത്ത് വലിയ തെളിച്ചൊന്നുമില്ല. ഇത് കേട്ടോടെ തന്നെ സിസ്റ്റർ ചോദിക്കണേ, എന്താ കുട്ടി തന്റെ മുഖത്ത് വലിയ തെളിച്ചൊന്നുമില്ലല്ലോ? അതങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, ആദ്യത്തെ ഗർഭിണിയാണെന്ന് പറയുമ്പോഴാണല്ലോ എല്ലാവർക്കും സന്തോഷം. രണ്ടാമത്തെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നിങ്ങളോടൊക്കെ ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ര വലിയ ആ ഒരു സന്തോഷമൊന്നും കാണില്ലല്ലോ എന്ന് സിസ്റ്റർ പറയുമ്പോൾ അവിടെ ശ്രുതിക്ക് പേടി വരണം കേട്ടോ. ഈശ്വര, ഈ സിസ്റ്റർ എന്താണ് ഈ പറയുന്നത്, ആരെങ്കിലും കേട്ടോ എന്ന ഭാവത്തിൽ അപ്പുറം ഇപ്പുറം ഒക്കെ നോക്കണം കേട്ടോ. പിന്നീട് ശ്രുതി ചോദിക്കാണ്, എനിക്കൊപ്പം ആരാണ് വന്നിരിക്കുന്നത്? അതൊന്നും എനിക്കറിയില്ല, പുറത്ത് നിൽപ്പുണ്ട്, എന്തായാലും പേടിക്കാനൊന്നുമില്ല, മരുന്നുകളെല്ലാം എഴുതിയിട്ടുണ്ട്, പോയിക്കോളൂ എന്നും പറഞ്ഞയച്ചിട്ട് പുറത്തോട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ ശ്രുതി പുറത്തോട്ട് വരുമ്പോ സച്ചി രേവതി ഒരു അക്ഷരം മിണ്ടുന്നില്ല. അവളെ ഒരു ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന ശ്രുതിക്ക് ഈശ്വര, ഇനിയിപ്പോ എന്തെങ്കിലും സത്യങ്ങൾ അറിഞ്ഞിട്ടാണാവോ ഇവരെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ ശ്രുതി പറയണേ, എനിക്ക് വല്ലാത്ത ക്ഷീണം എന്ന് പറയുമ്പോൾ സച്ചി രേവതി ഇങ്ങനെ തുറിച്ചു നോക്കുന്നുണ്ട് കേട്ടോ. അവരൊരക്ഷരം മിണ്ടുന്നില്ല. ഇത്രയും വലിയൊരു വഞ്ചകിയാണല്ലോ എന്റെ ഏട്ടൻ കല്യാണം കഴിച്ചിരിക്കുന്നത്, ആദ്യം ഒരു കുഞ്ഞിന് ജന്മം നൽകിയത്, ഏതാണാവോ അവളുടെ ആദ്യത്തെ കാമുകൻ ഭർത്താവ് എന്നൊക്കെ ഇങ്ങനെ സച്ചി ചിന്തിച്ച് ശ്രുതിയുടെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ശ്രുതി പറയണേ, എനിക്ക് വീട്ടിലോട്ട് പോകണം, എനിക്ക് ശ്രുതിയോട് വിവരങ്ങൾ അറിയിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. പിന്നീട് രേവതിയും പിറകെ പോവാണ്. എന്നാൽ സച്ചിക്കാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ദേഷ്യം കയറി വരികയാണ്. അങ്ങനെ സച്ചി ഒന്നവിടെ നിന്നെ, പൗഡറേട്ടത്തി എന്ന് വിളിക്കാൻ പോലെ യോഗ്യതയില്ലാത്തവരാണ് നിങ്ങൾ ഇത്രയും തരം താഴ്ന്ന പ്രവൃത്തി ഒരു കുടുംബത്തോട് ചെയ്യുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്റെ ഏട്ടൻ ഒരു ഫ്രോഡാണ്. അപ്പൊ അത് കേൾക്കുന്ന ശ്രുതി അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. നീ എന്റെ ഭർത്താവ് ശ്രുതിയെ ഫ്രോഡെന്ന് വിളിക്കരുത്, എന്റെ ഏട്ടൻ ഒരു ഫ്രോഡാണ്, എന്നാൽ എന്റെ ഏട്ടനേക്കാൾ വലിയൊരു ഫ്രോഡാടി നീ ഇത്രയും വലിയൊരു വൃത്തികെട്ട പ്രവൃത്തി ഒരു കുടുംബത്തോട് ചെയ്യുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് കേട്ടോടെ തന്നെ അവിടെ രേവതി, എന്താ നീ ഈ പറയുന്നത്? സച്ചി എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കുന്ന? ഈ സന്തോഷ നിമിഷങ്ങളിൽ ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞില്ലേ ഡോക്ടർ? നീ ഗർഭിണിയാണെന്നോ? നിനക്കിപ്പോ ഇത് ഗർഭം എന്ന് പറയുന്നത് ആദ്യത്തേതൊന്നല്ലല്ലോ, രണ്ടാമത്തേതല്ലേ എന്ന് രേവതി ചോദിക്കുമ്പോ അവിടെ നിന്ന് ഞെട്ടിപ്പോവാണ് കേട്ടോ. അത് കേൾക്കുന്നതിനോട് കൂടി സച്ചി ചോദിക്ക, എന്താ നീ അതൊന്ന് കേട്ടപ്പോ ഞെട്ടിയോ? എന്നും നിന്റെ കള്ളങ്ങൾ പൊളിയില്ലെന്ന് നീ കരുതിയോ? നീ എന്തെല്ലാം കള്ളങ്ങളിലൂടെ ആടി എന്റെ ഏട്ടന്റെ ജീവിതത്തിലോട്ട് വന്ന്. എന്നാൽ എന്റെ ഏട്ട അതിലും വലിയ ഫ്രോഡായിരുന്നു. എങ്കിലും കൂടി ഇത്രയും വലിയൊരു പാപമൊന്നും നീ ചെയ്യേണ്ടായിരുന്നു. കാരണം മറ്റൊരുത്തന്റെ കുഞ്ഞിന് ജന്മം നൽകിയ നീ ഇന്നിപ്പോ എന്റെ ഏട്ടനെ കബളിപ്പിച്ച് അവന്റെ ജീവിതത്തിൽ കയറാൻ മാത്രം അവൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? പറയടി എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അങ്ങ് ചൂടാവാനിട്ടോ. ഈ സമയം ഡോക്ടർ കള്ളം പറഞ്ഞതാണ്, ഡോക്ടർക്ക് തെറ്റുപറ്റിയിരിക്കുകയാണ്, എനിക്ക് അങ്ങനെ കുഞ്ഞൊന്നുമില്ല. ഞങ്ങളടുത്ത് വിളച്ചിൽ വേണ്ട, നീ ഇതുപോലെ നിനക്ക് സ്വന്തമായ ഒരു ബ്യൂട്ടി പാർലർ ഉണ്ടെന്ന് പറഞ്ഞു, നിന്റെ അച്ഛൻ മലേഷ്യയിലാണെന്ന് പറഞ്ഞു, പിന്നീട് നീ നിന്റെ ഇളയച്ചനെ കൊണ്ടുവന്ന്, എന്നിട്ട് നിന്റെ അച്ഛനും അമ്മയും ആരാന്നൊക്കെ ഞാൻ പൊളിച്ചൊടുക്കിയതല്ലേ, ഇനി അതും അവർക്ക് മുന്നിൽ ഞാൻ അങ്ങ് പൊളിച്ചെടുക്കണം. ഇപ്പൊ മറ്റൊരുത്തന്റെ കുഞ്ഞിന് ജന്മം നൽകിയവളാണ് നീ, മര്യാദക്ക് പറഞ്ഞോടി നിന്റെ കുഞ്ഞെവിടെ എന്നൊക്കെ ചോദിക്കുമ്പോ ശ്രുതി അങ്ങ് പെട്ടുപോവാണ് കേട്ടോ. പിന്നീട് ശ്രുതി തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെന്ന് മനസ്സിലാക്കിയ ശ്രുതി ഇപ്പൊ ഒട്ടിക്കരഞ്ഞും കൊണ്ട് സച്ചിയോട് പറയണേ, സച്ചി രേവതി എന്നോട് ക്ഷമിക്കണം, എന്റെ വയറ്റിപ്പഴപ്പിന് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. ഞാൻ എന്തായാലും കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ ഒരു തെറ്റും ശ്രുതിയോട് ചെയ്തിട്ടില്ല, ശ്രുതിയെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അബദ്ധത്തിൽ ഉണ്ടായതാ. നിന്റെ കുഞ്ഞെവിടെ എന്ന് ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി, അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാം. ഇപ്പൊ എനിക്ക് എന്തായാലും പറയാൻ പറ്റിയ മാനസികാവസ്ഥയല്ല, ദയവ് ചെയ്ത് ഇക്കാര്യങ്ങളൊന്നും ആരോട് പറയരുത് എന്നൊക്കെ പറഞ്ഞ് സച്ചിയുടെയും രേവതിയുടെയും കാല് പിടിക്കുന്ന ആ ഒരു സീനൊക്കെ വരാനിരിക്കുന്നുണ്ട് കേട്ടോ.